റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് മികച്ച തുടക്കം. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അർദ്ധ സെഞ്ചുറി. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായി രോഹിത് ശർമ്മ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ്, റാഞ്ചിയിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു റോക്കോ ഷോ ആയിരുന്നല്ലേ? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റാഞ്ചിയിലെ ഒരു റോക്കോ ഷോ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. കാരണം ഇരു താരങ്ങളും, അതായത് സീനിയർ താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇരുവരും ചേർന്ന് 136 റൺസിന്റെ രണ്ടാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഒരു മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് ആദ്യം മുതൽ ലഭിച്ചത്. 25 റൺസിൽ നിൽക്കെ ജയ്സ്വാൾ പുറത്തായെങ്കിലും പിന്നീട് വന്ന കോഹ്ലിയും രോഹിത്തും കൂടി സ്കോർ ബോർഡ് ചലിപ്പിക്കും. ഇതിൽ 161 റൺസിലാണ് ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് പോകുന്നത്. അതിനിടയ്ക്ക് തന്നെ കോഹ്ലി കരിയറിലെ 76ാമത്തെ അർദ്ധ സെഞ്ചുറി തികച്ചു. പിന്നാലെ തന്നെ രോഹിത് ശർമ്മ 60ാമത്തെ അർദ്ധ സെഞ്ചുറിയും തികച്ചു. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മ നേടി. ഇതിൽ 352 സിക്സറുകൾ നേടിയാണ് രോഹിത് ശർമ്മ ഈ ഒരു റെക്കോർഡ് നേട്ടത്തിൽ മറികടന്നത്. 351 സിക്സറുകളുള്ള പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയാണ് മറികടന്നത്. എന്തായാലും മത്സരം ഒരു ഇന്ത്യക്ക് അനുകൂലമായിക്കൊണ്ടാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. അഖില. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.